ഹായ് എവരിവൺ, നമുക്ക് ഈ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത് മൈക്രോപ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നൊരു പേപ്പറാണ്. ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ 5th സെമിസ്റ്ററിൽ വരുന്ന പേപ്പറാണ്. ഇതിൻ്റെ അകത്ത് 8085 എന്ന് പറയുന്ന മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ചും അതേപോലെ തന്നെ 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിനെ കുറിച്ചാണ് മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ചെറിയൊരു പോർഷനായിട്ട് 8086 കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രോസസ്സറും ഒരു കൺട്രോളറും കൂടി ചേർന്നിട്ടുള്ള ഒരു സിലബസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന വാക്കുകളൊക്കെ പുതിയതായിരിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കാര്യങ്ങളെന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് സിലബസിലേക്ക് ഒന്ന് പോവാം. എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് വരുന്നത്, എത്ര മാർക്കിനൊക്കെയാണ് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ, ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് EC305 എന്നാണ്. ഇതിന് നമുക്ക് 3 അവറുകളാണ് സാധാരണ പറയുന്ന യൂണിവേഴ്സിറ്റി. പക്ഷേ നമുക്ക് ആഴ്ചയിൽ കൺവെൻഷണൽ ക്ലാസ് കോൺടാക്ട് ക്ലാസ് തുടങ്ങുമ്പോൾ 5 അവർ വരെ ഉണ്ടായിരിക്കും. 5 അവറാണ് ആഴ്ചയിൽ ഉണ്ടായിരിക്കുക. ഇതിൻ്റെ അകത്ത് 3 സെക്ഷൻസ് ആണ് വരുന്നത്. ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ചാണ്. അതായത് 8085 എന്ന് പറയുന്ന ഒരു മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ച് മാത്രമാണ് ഇതിൻ്റെ അടുത്ത് പഠനം വരുന്നത്, മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ച്. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8085ൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഡിവൈസുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതിനെക്കുറിച്ചുള്ള പഠനം, അതിൻ്റെ പ്രോഗ്രാമിംഗ്, അതിൻ്റെ മെത്തേഡ്സുകൾ, എങ്ങനെയൊക്കെ ആ ഡിവൈസിനെ പ്രോഗ്രാം ചെയ്തെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സെക്കൻഡ് മോഡ്യൂൾ. തേർഡ് മോഡ്യൂളിൽ വരുന്നത് 8086 എന്ന് പറയുന്ന ഒരു മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ചാണ്. അതിൻ്റെ വെറും ഡെഫിനിഷൻ, മറ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. കാരണം നമുക്ക് അറിയാം 2 അവറാണ് അതിന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി തേർഡ് മോഡ്യൂളിൽ ബാക്കിയുള്ള സെഷൻസിൽ മൈക്രോ കൺട്രോളർ 8051 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറിനെ കുറിച്ചും അതിനുശേഷം വരുന്ന എല്ലാ മോഡ്യൂളുകളും ഈ 51മായി ബന്ധപ്പെട്ടിട്ട് ഈ 51 എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, എങ്ങനെ വേറെ ഡിവൈസുകൾ കണക്ട് ചെയ്യിക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. 8051ൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേപ്പറാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് മോസ്റ്റ്ലി പ്രോഗ്രാംസ് ആണ് കൂടുതലായിട്ട് ഇതിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ കൂടുതലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് കൂടുതൽ ചോദിക്കുന്നതുകൊണ്ട് ചില കുട്ടികൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് പോവാം. നമുക്ക് കുഴപ്പമുള്ള കേസല്ല. നമുക്ക് ഈ നല്ല സുഖമായിട്ട് തന്നെ എല്ലാവരെയും പാസ്സാക്കി എടുക്കാവുന്ന തരത്തിലുള്ള പേപ്പറാണ്. നമുക്ക് സുഖമായിട്ട് പാസ്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്കുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ 15 മാർക്ക്, സെക്കൻഡ് മൊഡ്യൂളിൽ 15 മാർക്ക്, തേർഡ് മൊഡ്യൂളിൽ 15 മാർക്ക്, ഫോർത്ത് മൊഡ്യൂളിൽ 15 മാർക്ക്, 5th 6th 20 മാർക്ക് വീതം. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്, സിലബസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. നമുക്ക് ആദ്യം ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ മൈക്രോ പ്രൊസസ്സർ എന്താണ്, മൈക്രോ കൺട്രോളർ എന്താണ്, നിങ്ങൾക്ക് ആ വാക്കുകളൊന്നും പരിചയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ EC207 ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്ന് പറയുന്ന മുമ്പ് ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലോജിക് സർക്യൂട്ട് S3ൽ. ആ പേപ്പറിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റഡി പോലെയാണ് മൈക്രോ പ്രൊസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ വരുന്നത്. ആ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾ ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഗേറ്റുകൾ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ വയേഴ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലാബിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് കാണലായിരുന്നു, ഹൈ അല്ലെങ്കിൽ ലോ. അതിൽ ലോയും ഹൈയും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം 1 അല്ലെങ്കിൽ 0. അതേ സാധനത്തിന് കുറച്ച് അഡ്വാൻസ്ഡ് ആക്കിയിട്ടുള്ളതാണ് മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തും 1 അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് പോയിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ആർക്കിടെക്ചർ ഉണ്ട്. ഓൾറെഡി ഒരു ആൾ ഡിസൈൻ ചെയ്ത് വെച്ച ഒരു ഡിവൈസ് ചിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ആ ചിപ്പിനെ നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിച്ചെടുക്കാം, എങ്ങനെയാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ള അതിൻ്റെ ഒരു സ്റ്റഡിയാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്, മൈക്രോ പ്രൊസസ്സർ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കി നോക്കാം. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ തലയുണ്ട്. തലയുടെ ഉള്ളിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണമെന്ന് നമുക്കറിയാം. തലച്ചോറാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കണമെന്ന് അറിയാം. നമ്മുടെ കൈയിനെ, കാലിനെ, കണ്ണിനെ, മൂക്കിനെ, വായിലെ, ചെവിനെ, എല്ലാ സെൻസേഴ്സിനെയും നമ്മൾ നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഡിവൈസിനെ നമ്മുടെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന ഡിവൈസിനെ തലച്ചോറ്, കൈ, കാല്, കണ്ണ്, മൂക്ക് എന്ന് പറയുന്ന അഡീഷണൽ ഫെസിലിറ്റി നമ്മുടെ മൊത്തം ബോഡീനെ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് മൈക്രോ കൺട്രോളർ എന്ന് വിളിക്കാം. മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ തലച്ചോറിന് മാത്രം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തലച്ചോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ, എന്ത് കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. എന്ത് വന്നാലും നമുക്ക് ചെയ്തിച്ച് നമ്മൾ അതിന് രീതിയിലുള്ള ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യാനുള്ള കഴിവുണ്ട്.
അപ്പോൾ അത് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ കുറേ പെരിഫറൽസ് വന്നു, കൈ വന്നു, കാല് വന്നു, കണ്ണ് വന്നു, മൂക്ക് വന്നു. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, നമ്മുടെ ബോഡിയിൽ പറ്റില്ല, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഡിവൈസുകളിൽ വരാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡിവൈസുകളും കൂടി ചേർന്നിട്ടുള്ള തന്നെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. നമ്മുടെ മൊത്തം ബോഡീനെ നമുക്ക് കൺട്രോളറായിട്ട് കൺസെപ്റ്റ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തലച്ചോറിനെ മാത്രം നമുക്ക് പ്രോസസ്സർ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും തമ്മിലുള്ള നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലായിരിക്കും കൂടുതൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുക. അപ്പോൾ പ്രോസസ്സറിനാണ് വർക്കിംഗ്. അപ്പോൾ നമ്മൾ ഏത് ഡിവൈസ് വന്നാലും നമ്മളൊരു മൈക്രോ പ്രോസസ്സർ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ പെരിഫറൽസ്, അഡീഷണൽ യൂണിറ്റുകൾ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ചെയ്യണോ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും അതിൽ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഫിറ്റ് ചെയ്തിട്ട് ഒറ്റ ബോഡിയായിട്ട് ഇറക്കിയിടുന്നതിനാണ് നമ്മൾ കൺട്രോളർ എന്ന് വിളിക്കുക. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നിങ്ങളൊരു വീട്ടിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കമ്പ്യൂട്ടർ മേടിച്ചത് നിങ്ങൾ ബിടെക്കിന് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്താണെന്ന് വിചാരിക്കാം. അങ്ങനെ ബിടെക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ഫസ്റ്റ് ഇയർ കുറേ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ കുറേ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, കടയിൽ പോയി ഒരു പ്രിൻ്റർ മേടിച്ചു കൊണ്ടു. പ്രിൻ്റർ മേടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അഡീഷണലി ഈ കമ്പ്യൂട്ടറിൻ്റെ കൂടെ തന്നെയാണ് ഇത് ആഡ് ചെയ്യുക. അല്ലാതെ വേറൊരു കമ്പ്യൂട്ടർ കൊണ്ടുവരാനോ പ്രിൻ്ററിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഡിവൈസുകൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഈ പ്രോസസ്സറിൻ്റെ കൂടെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള പ്രോസസ്സറിൻ്റെ കൂടെ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കേപ്പബിലിറ്റി ഉള്ളത്. അപ്പോൾ പ്രോസസ്സറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. എന്ത് ഇൻഫർമേഷൻസ് വന്നാലും ലോജിക്കലായിട്ടുള്ള 1, 0, 2 എന്നുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ വരിവരിയായിട്ട് വന്നാലും അതിനൊക്കെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കാനുള്ളൊരു പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ ഡിവൈസിൻ്റെ ഉള്ളിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊന്നുമില്ല, ഒക്കെ പ്രോസസ്സിംഗ് യൂണിറ്റുകളാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള യൂണിറ്റ്, അഡീഷണൽ ആയിട്ട് പെരിഫറൽസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പെരിഫറൽസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഡാറ്റകൾ എടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ട് പ്രിൻ്റർ വർക്ക് ചെയ്തപ്പോൾ പ്രിൻ്റർ കൊണ്ടുവന്ന് ആഡ് ചെയ്തു, നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടറിൽ പ്രിൻ്റർ വർക്ക് ചെയ്യിക്കാൻ പറ്റി. ഇനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കാനർ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ സ്കാനർ കൊണ്ടുവന്നു, ആ കേബിൾ വെച്ച് കണക്ട് ചെയ്തു, നിങ്ങൾക്ക് ആ സ്കാനർ ആ ഡിവൈസിലേക്ക് ആഡ് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഗെയിം കാർഡ്, ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യണം, കുറച്ച് ഗെയിമൊക്കെ കളിക്കണം തോന്നി, കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡ് ആഡ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ നാൾ കഴിഞ്ഞ് സിനിമകളൊക്കെ കുറേ സ്റ്റോർ ചെയ്ത് ഒരു നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ഫുള്ളായി വെച്ചോ, അഡീഷണൽ ആയിട്ട് വേറൊരു ഹാർഡ് ഡിസ്ക് കൊണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആഡ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സർ എന്ന് പറയുന്ന സാധനത്തിന് ആ പ്രോസസ്സിംഗ് ഈ വരുന്ന എല്ലാ ഡിവൈസുകളെയും കൂടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ആവശ്യമുള്ളതിനനുസരിച്ച് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ചിപ്പിൻ്റെ അകത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ ചിപ്പിൻ്റെ അകത്ത് മെമ്മറി ഉണ്ടായിരിക്കില്ല, ഈ ചിപ്പിൻ്റെ അകത്ത് വീഡിയോ ഉണ്ടായിരിക്കില്ല, നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റാവുന്ന ഒറ്റ ഡിവൈസുകളും ഉണ്ടായിരിക്കില്ല. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊന്നും ഇല്ലാത്ത, പെരിഫറൽസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യാവുന്ന ഡിവൈസുകളാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും, ചെറിയ പെരിഫറൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു ചിപ്പിലേക്ക് ആക്കിയിട്ടുള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് മാത്രമാണ്, അതിൻ്റെ കൂടെ എത്ര ഡിവൈസുകൾ വേണമെങ്കിലും നമുക്കിങ്ങനെ പെരിഫറലായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. പെരിഫറൽ യൂണിറ്റ്സിനെ ആഡ് ചെയ്യാണ് ചെയ്യുക. പെരിഫറൽ യൂണിറ്റ്സ് ഇൻബിൽറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കില്ല. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ പെരിഫറൽ യൂണിറ്റ്സും മറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റും എല്ലാം കൂടി ചേർന്നിട്ട് ഒറ്റ ചിപ്പിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതിനാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള 2 IC-കളുടെയും ഫോട്ടോസ് നമുക്ക് നോക്കി നോക്കാം. 8085 എന്ന് പറയുന്ന IC ഇങ്ങനെയാണ് വരിക, 8051 എന്ന് പറയുന്ന കൺട്രോളർ ഇങ്ങനെയാണ് വരിക. ഇത് രണ്ടും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറുത്ത കളറാണ്, 40 പിന്നാണ്. ഒരു സൈഡിൽ 20 പിൻ ഉണ്ടായിരിക്കും, മറ്റേ സൈഡിൽ 20 പിൻ ഉണ്ടായിരിക്കും. ഇതിനും അതേപോലെ തന്നെ ഒരു സൈഡിൽ 20 പിൻ ഉണ്ടായിരിക്കും, മറ്റേ സൈഡിൽ 20 പിൻ ഉണ്ടായിരിക്കും. ഇതിൻ്റെ മാനുഫാക്ചറിങ് 2 എണ്ണം കയ്യിലെടുത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 IC-കൾ നോക്കുകയാണെന്ന് വെച്ചാൽ രണ്ടും കറുപ്പ് കളർ, 2 40 പിൻ. അപ്പോൾ അതിൻ്റെ പുറമേലല്ല വ്യത്യാസം, അതിൻ്റെ ഉള്ളിലാണ് വ്യത്യാസം. ഇതിൻ്റെ അകത്ത് ഈ IC-യുടെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IC-യുടെ അകത്ത് ഇൻപുട്ട് കൊടുക്കാനുള്ളത് ഈ IC മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് വേറെ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാൻ വേറെ പണികളൊന്നുമില്ല. ഈ IC-ക്ക് വേണ്ട ഒരു ക്ലോക്ക് എന്ന് പറയുന്ന സാധനം കൊടുക്കണം, വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ IC ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഇതിൻ്റെ അകത്ത് തന്നെ മെമ്മറി ഉണ്ട്, ഇതിൻ്റെ അകത്ത് തന്നെ ഇൻപുട്ട് യൂണിറ്റുകളുണ്ട്, ഇതിൻ്റെ അകത്ത് തന്നെ ഔട്ട്പുട്ട് യൂണിറ്റുകളുണ്ട്. ഈ ഒരു ഒറ്റ IC കൊണ്ട് തന്നെ പരിപാടികളൊക്കെ നടക്കും. എന്നാൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വേറെ കുറേ IC-കൾ വേണം. ഇതിനൊറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആരൊക്കെങ്കിലുമൊക്കെ സഹായിച്ചാൽ മാത്രമേ ഇതിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആരെങ്കിലും കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രവർത്തിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. നല്ല ഹൈ പെർഫോമൻസിലാണ് വർക്ക് ചെയ്യുക. കൺട്രോളറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് ആ സാധനങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരിക്കുള്ളൂ, വലിയ എമൗണ്ടിലൊന്നും ഉണ്ടായിരിക്കില്ല.
അപ്പോൾ ചെറിയ എമൗണ്ടിലായിരിക്കും ഇതിൻ്റെ അകത്ത് മെമ്മറി ഉണ്ടായിരിക്കുള്ളൂ, ചെറിയ എമൗണ്ടിലെ പെരിഫറൽസ് ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനത്തെ എല്ലാ ഡിവൈസുകളും കുറച്ചാക്കിയിട്ട് ഒറ്റ ചിപ്പിലായിട്ടും വരാം. അപ്പോൾ കുറച്ച് ആക്കിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റ് ഒക്കെ ഇതിനാണ് കുറവ്. കാരണം ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിവൈസ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, എത്ര ഡിവൈസ് വന്നാലും ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസ് 8085 എന്ന് പറയുന്ന ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഡിവൈസുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് ആ ഡിവൈസിൻ്റെ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി വെരി ഹൈ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആർക്കിടെക്ചർ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസ് വലുതാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോസ്റ്റുകളാണ് കുറച്ചും കൂടി പ്രോസസ്സറുകൾ കമ്പാരിറ്റീവ്ലി കൺട്രോളറിനെ വെച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സേഴ്സിൻ്റെ കോസ്റ്റ് ആയിരിക്കും അഡീഷണൽ ആയിട്ട് വരാം. 8085ഉം 8051 തമ്മിലുള്ള കോസ്റ്റ് അല്ല പറയുന്നത്. ഒരു മൈക്രോ കൺട്രോളറും ഒരു മൈക്രോ പ്രോസസ്സറും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സറിനായിരിക്കും കൂടുതൽ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ഉണ്ടായിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും എത്ര ഡിവൈസുകൾ വർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്രോസസ്സർ i3, i5, i7 ഇങ്ങനെയുള്ള പ്രോസസ്സറുകളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്യുവൽ കോർ കോർട്ടിഡിയോ എന്ന് പറഞ്ഞ പ്രോസസ്സറൊക്കെ ആയിരിക്കും. അപ്പോൾ ആ പ്രോസസ്സറിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000, 4000, 5000 എന്ന് പറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും വരിക. പക്ഷേ ഈ 8051 എന്ന് പറയുന്ന കൺട്രോളറുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മേടിക്കാൻ പറ്റാവുന്ന ഈ ഒരു IC ഉണ്ടായാൽ മാത്രം നമുക്കൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ICയിലേക്ക് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷെ അപ്പോൾ അങ്ങനെ ഈ വർക്ക് ചെയ്യാൻ മേടിക്കുന്ന സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു 150 തൊട്ട് 200 രൂപ വരെ വരുള്ളൂ ഒരു IC മേടിക്കാനായിട്ട്. മറ്റോടത്ത് 3000 രൂപയോളം വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോളറാണ് കുറച്ച് ചീപ്പായിട്ട് വരിക. പ്രോസസ്സർ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആയിരിക്കും. 8085 അല്ല കോസ്റ്റ്ലി വരുന്നത്, അതിലും വലിയ പ്രോസസ്സറുകൾ. 8085 അത്ര കോസ്റ്റുള്ള പ്രോസസ്സറൊന്നും അല്ല. പക്ഷേ പ്രോസസ്സറും കൺട്രോളറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ്സറും കൺട്രോളും തമ്മിലുള്ള കുറച്ച് ഡീറ്റെയിലേക്ക് പോകാം. പ്രോസസ്സർ ഏകദേശം ഈ രീതിയിലായിരിക്കും കാണുക. നിങ്ങൾ ഒരു ഗോൾഡൻ കളറിൽ നിങ്ങൾ പ്രോസസ്സറുകളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ 8085 അല്ലാത്ത അഡ്വാൻസ്ഡ് പ്രോസസ്സറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കൺട്രോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ കാണാം. നമുക്ക് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജനറലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ പ്രോസസ് മൈക്രോപ്രോസസർ സിസ്റ്റം, ജനറൽ പർപ്പസ് മൈക്രോപ്രോസസർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CPU ഉണ്ടായിരിക്കും, ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ RAM, ROM, IO പോർട്ട്, ടൈമർ ഇതൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും മൊത്തത്തിൽ വരിക. അതായത് ഒരു CPU ഉണ്ടായിരിക്കും, ഇതാണ് നമ്മുടെ പ്രോസസ്സർ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ കൂടെ ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും ഒക്കെ കൂടി കണക്ട് ചെയ്തിട്ട് വേറെ കേബിൾ, ബസ് എന്ന് പറയുന്നത് കേബിളിലാണ് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനത്തെ കേബിൾസ് ഉപയോഗിച്ചിട്ട്, അഡീഷണൽ ആയിട്ടുള്ള കേബിൾസ് ഉപയോഗിച്ചിട്ട് RAM വേണമെങ്കിൽ RAM കണക്ട് ചെയ്യുക, ROM വേണമെങ്കിൽ ROM കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ മേടിക്കുന്ന സമയത്ത് സ്പീഡ് കുറവായിരിക്കും. 2GB RAM ഉള്ളതൊക്കെ മേടിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4GB ആക്കാൻ പറ്റും. അപ്പോൾ RAM കൂട്ടിയാൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ROM, ഹാർഡ് ഡിസ്കിൻ്റെ മെമ്മറിയാണ് നമ്മൾ ROM എന്ന് പറയാം. 500GB ഹാർഡ് ഡിസ്കുള്ള മെമ്മറിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സിനിമകളൊക്കെ ഇട്ട് നിറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1TB അല്ലെങ്കിൽ 1000GB ഹാർഡ് ഡിസ്ക് ഒക്കെ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് മാറ്റിയാൽ മതി. അതേപോലെ തന്നെ IO പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാനർ, പ്രിൻ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും, ഏതൊക്കെ ഡിവൈസുകൾ ആഡ് ചെയ്യണോ ആ ഡിവൈസുകളൊക്കെ ആഡ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ആർക്കിടെക്ചർ ആയിരിക്കും പ്രോസസ്സറിനുണ്ടായിരിക്കുക. പക്ഷേ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ഡിവൈസുകളും CPU, RAM, ROM, IO പോർട്ട്, ടൈമർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ കൂടിയിട്ട് ഒറ്റ ചിപ്പിൽ, ഇത്ര എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒറ്റ ചിപ്പിൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് ഒറ്റ ചിപ്പിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടായിരിക്കും മൈക്രോ കൺട്രോളർ ഉണ്ടായിരിക്കുക. മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. RAM, ROM, IO പോർട്ട്, ടൈമർ, സീരിയൽ പോർട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാ യൂണിറ്റുകളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള പ്രോസസ്സിംഗ് യൂണിറ്റാണിത്. വേണ്ട അഡീഷണൽ യൂണിറ്റ്സ് ഇതിന് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് 8085 അല്ല, അത് വെറുതെ ഒരു അഡ്വാൻസ്ഡ് ഇപ്പോൾ വരുന്ന പ്രോസസ്സറുകളുടെയൊക്കെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന സിലബസിലുള്ള മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ 8085 എന്ന് പറയുന്നത് ഇങ്ങനെ 40 പിന്നിൻ്റെ IC ആണ്. 8051 എന്ന് പറയുന്നതും ഇതേപോലെ 40 പിന്നിൻ്റെ IC ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വരാറുണ്ട്, സ്ഥിരമായിട്ട് 5 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. അപ്പോൾ അതാണ് നമ്മൾ നോക്കാനുള്ളത്. മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് CPU ഈസ് എ സ്റ്റാൻഡ് അലോൺ, RAM, ROM, IO പോർട്ട് ആൻഡ് ടൈമേഴ്സ് ആർ സെപ്പറേറ്റ്. നമ്മൾ നേരത്തെ കണ്ടു ഈ പറഞ്ഞ പോലെ CPU എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കും. RAM, ROM, IO പോർട്ട്, ടൈമർ എന്നൊക്കെ പറയുന്നത് സെപ്പറേറ്റ് വേറെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കുന്ന ഈ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് ഈ ഫിഗർ തന്നെ വരയ്ക്കാം. ഈ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടൻസൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ അത് കൺട്രോളറായി. ഒരു CPU വരച്ചിട്ട് പിന്നെ അതിനൊക്കെ ഓരോ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സറിൻ്റെ സ്ട്രക്ചറായിട്ട് ജനറൽ പ്രോസസ്സറാക്കി മാറ്റാം.
ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സി പി യു ഇസ് സ്റ്റാൻഡേർഡ് ഓൺ, റാം റോം ടൈമേഴ്സ് ആർ സെപ്പറേറ്റ്. മറ്റേതിൽ സി പി യു റാം റോം IO പോർട്ട് ടൈമേഴ്സ് ഓൾ ആർ ഇൻ സിംഗിൾ ചിപ്പ്, എല്ലാം ഒരു ചിപ്പിലേക്ക് ആക്കിയിട്ടുള്ളതിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത് ഡിസൈനേഴ്സ് ക്യാൻ ഡിസൈഡ് ദ എമൗണ്ട് ഓഫ് റാം റോം ആൻഡ് IO പോർട്സ്. നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ റാം കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഒരു സ്ലോട്ടിലേക്ക് ഒരു ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു മദർ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മദർ ബോർഡിലേക്ക് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ഒരു മദർ ബോർഡാണ് ഞാൻ കാണിക്കുന്നത്, ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇതിൽ ചില സ്ലോട്ടുകളുണ്ട്. ഈ സ്ലോട്ടുകളിലേക്കൊക്കെ ഇതിലാണ് റാം എന്ന് പറയാം, ഈ സ്ലോട്ടിലാണ് റാം ഫില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുന്ന റാമിനനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ മൈക്രോകൺട്രോളറിൻ്റെ അകത്ത് ഒരു ഓൾറെഡി കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്ര എമൗണ്ടേ റാം ഉണ്ടാവുള്ളൂ, ഇത്ര എമൗണ്ടേ റോം ഉണ്ടാവുള്ളൂ, ഇത്ര എമൗണ്ടേ ടൈമേഴ്സ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. ഇനി പെർഫോമൻസിൻ്റെ കേസിൽ പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ ഹൈ പ്രോസസ്സിംഗ് പവർ വേണം. നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടത് നമുക്ക് അറിയാം. ഒരു നിങ്ങളുടെ അടുത്ത് SMBS എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ടായിരിക്കും, അതിൽ 15 വോൾട്ട് 9 വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും 15 വോൾട്ടൊക്കെ വേണ്ടി വരാവുന്ന സെക്ഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രോസറുകൾക്ക് എന്തായാലും ഒരു 5 വോൾട്ട് ഇപ്പോൾ വരുന്ന പ്രോസറുകൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന i3 i5 നമുക്ക് പ്രോസറുകൾക്ക് അത്രയും പവർ വേണ്ട, കുറച്ച് കുറവുണ്ട്. 20 വാട്ട്സ് 30 വാട്ട്സിലൊക്കെ വർക്ക് ചെയ്യാവുന്ന പ്രോസറുകളൊക്കെ ഉണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി പ്രോസറുകൾക്കാണ് കൂടുതൽ പ്രോസസ്സിംഗ് പവർ വേണ്ടി വരിക. മൈക്രോകൺട്രോളേഴ്സിന് മൈക്രോകൺട്രോളർ പറഞ്ഞാൽ 5 വോൾട്ടിൻ്റെ ഒരു ഡിവൈസ് ഒരു 4 1.5 ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ മൈക്രോകൺട്രോളർ വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി പ്രോസസ്സിംഗ് പവർ എന്ന് പറഞ്ഞാൽ അതിലായി ഹൈ പവർ കൺസപ്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അതൊരു അഡ്വാൻറ്റേജ്, ഇത് പ്രോസസ്സിംഗ് പവർ ഈ ഒരു അഡ്വാൻറ്റേജ് ആയി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഹൈ പവർ കൺസപ്ഷൻ, പവർ കൂടുതൽ കൊടുക്കുമ്പോൾ പവർ അതിനനുസരിച്ച് ഇരിക്കും. ഇവിടെ ലോ പവർ കൺസപ്ഷൻ. ഇനി മൈക്രോപ്രൊസസറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി സാധാരണ നമ്മൾ മൈക്രോപ്രൊസസർ തുടങ്ങുമ്പോൾ തന്നെ 32 ബിറ്റ് 64 ബിറ്റ്, നമ്മളിപ്പോൾ പഠിക്കുന്ന മൈക്രോപ്രൊസസർ 8085 എന്ന് പറയുന്നത് 8 ബിറ്റിൻ്റെ ആണ്. എന്നാലും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 32 ബിറ്റും 64 ബിറ്റ് എന്ന് പറയുന്ന മൈക്രോപ്രൊസസേഴ്സാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ കൺട്രോളേഴ്സ് ഉപയോഗിക്കുമ്പോഴും അത്ര വലിയ അഡ്വാൻസ്ഡ് കൺട്രോളേഴ്സിലേക്ക് പോവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. കൺട്രോളർ ഉപയോഗിച്ചിട്ട് ഒരു ലിമിറ്റഡ് സൈസിലുള്ള ഡിവൈസുകളെ നമ്മൾ ഡിസൈൻ ചെയ്യുള്ളൂ. ഇനി അതേപോലെ തന്നെ പർപ്പസ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് ആണ്. നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കാം, പഠിക്കാൻ ഉപയോഗിക്കാം, കളിക്കാൻ ഉപയോഗിക്കാം, സിനിമ കാണാൻ ഉപയോഗിക്കാം, പല പർപ്പസിനും കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. പക്ഷേ കൺട്രോളർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സാധനം, നിങ്ങളിപ്പോൾ ഒരു വാക്ക്മാൻ അല്ലെങ്കിൽ ഐപാഡ് അങ്ങനെയൊക്കെയുള്ള ഡിവൈസ് എന്ന് വെച്ചാൽ അതിന്, അല്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോകൺട്രോളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഡിവൈസുകളാണ്. ഇനി ലെസ് റിലയബിൾ, ഹൈലി റിലയബിൾ. ലെസ് റിലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ഡിവൈസുകൾ വേണം ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിവൈസുകൾ ഉണ്ടായാൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് 8085 8086 ഒക്കെ നമുക്ക് പറയാം. ഇവിടെ കൺട്രോളറിന് എക്സാമ്പിളായിട്ട് 8051 പിക്ക് അങ്ങനെയുള്ള പല ഐസികളും നമുക്ക് പറയാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ ഡിഫറൻസുകൾ കണ്ടെത്താം. കോസ്റ്റിൻ്റെ കേസ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല. കോസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോപ്രൊസസറിനായിരിക്കും കൂടുതലുണ്ടാവുക. കോസ്റ്റ് കൺട്രോളറിൻ്റെ അപേക്ഷിച്ച് കുറവായിരിക്കും. പിന്നെ മൈക്രോപ്രൊസസർ ഉപയോഗിക്കുക നമ്മൾ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. മൈക്രോകൺട്രോളേഴ്സ് ഉപയോഗിക്കുക എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ പല ഡിഫറൻസുകളുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 4-5 ഡിഫറൻസ് എങ്കിലും ഓർത്ത് വയ്ക്കുക. ഇതേപോലെ ഒരു ഫിഗറും, ഇതിൻ്റെ ഡിഫറൻസിൻ്റെ കൂടെ ഈ ഒരു ഫിഗറും കൂടി വരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്രോപ്രൊസസർ ആൻഡ് മൈക്രോകൺട്രോളർ തമ്മിലുള്ള ഡിഫറൻസ് ആയി. നോർമലി ഒരു ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുമെന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും വായിച്ച് നോക്കി നോക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമുക്കിനി അടുത്തത് മൈക്രോപ്രൊസസർ ബേസ്ഡ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ മൈക്രോപ്രൊസസറും മൈക്രോകൺട്രോളറും, ആ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൈക്രോപ്രൊസസർ ആൻഡ് മൈക്രോകൺട്രോളർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൈക്രോപ്രൊസസർ എന്താണെന്നും മൈക്രോകൺട്രോളർ എന്താണെന്നും പറഞ്ഞിരുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ സിലബസിലേക്ക് വരികയാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലബസ് അനുസരിച്ചിട്ട് മൈക്രോപ്രൊസസർ എന്ന് പറഞ്ഞു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഓർഗനൈസേഷൻ ഓഫ് മൈക്രോപ്രൊസസർ ബേസ്ഡ് സിസ്റ്റം, ഇതാണ് നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ മൈക്രോപ്രൊസസർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ വർക്കിംഗ്, എന്തൊക്കെ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ഒരു മൈക്രോപ്രൊസസർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരു പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഉണ്ടായിരിക്കുക. ആ പ്രോസസ്സിംഗ് യൂണിറ്റിനെ തന്നെ നമുക്ക് വേറെ 3 സെക്ഷനായിട്ട് തരംതിരിക്കാം. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ്. അതേപോലെ തന്നെ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മെമ്മറി സെക്ഷൻ. പിന്നെ ഈ 2 യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അടുത്ത കൺട്രോൾ യൂണിറ്റ്. ഇതാണ് ഒരു മൈക്രോപ്രൊസസർ ചിപ്പിൻ്റെ അകത്ത് ഉണ്ടാവുക.
അപ്പോൾ നമുക്ക് പെരിഫറൽ യൂണിറ്റ്സുകളൊന്നും ഇല്ലാത്ത ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് മെയിനായിട്ട് ഉണ്ടാവുക ഒരു ALU ഉണ്ടായിരിക്കും, ഒരു രജിസ്റ്റർ അറേ ഉണ്ടായിരിക്കും, ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും. ALU എന്ന് പറയുന്നത് അരിതമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, രജിസ്റ്റർ അറേ എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്, ഈ ചെയ്യുന്ന ഡാറ്റകളുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ. ഈ രണ്ട് സാധനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോൾ യൂണിറ്റും. ഇതാണ് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ബേസിക് സ്ട്രക്ചറിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിൽ എന്താണ് ഉണ്ടാവുക? നമുക്കറിയാം ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും. നമുക്ക് കീബോർഡ്, നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഒരു കമ്പ്യൂട്ടർ പോലെ, കമ്പ്യൂട്ടറിന് എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാൻ ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും, കീബോർഡ് ഉണ്ടായിരിക്കാം, സ്കാനർ ആയിരിക്കാം, പലതരത്തിലുള്ള ഡിവൈസ് ആയിരിക്കാം. ഔട്ട്പുട്ട് കൊടുക്കുന്ന ഡിവൈസ് ഉണ്ടായിരിക്കും, മോണിറ്റർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻ്റർ ആയിരിക്കാം, അത് ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരിക്കണം, ഒരു റാം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് ഹാർഡ് ഡിസ്കുകളെ നമുക്ക് റീഡ് ഓൺലി മെമ്മറി എന്ന് വിളിക്കാം, റാമിനെ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്ന് വിളിക്കാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡിവൈസുകളും കൂടി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം. ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ALU, രജിസ്റ്റർ, മെമ്മറി, അതായത് പിന്നെ കൺട്രോൾ യൂണിറ്റ്, ഇത് മൂന്നും ചേർന്നതാണ് മൈക്രോ പ്രോസസ്സർ. അത് ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കണം, അതിൽ നിന്ന് ഔട്ട്പുട്ട് പുറത്തേക്ക് കൊണ്ടുവരണം, അതിൻ്റെ ഡിവൈസ്, അതിൻ്റെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ യൂണിറ്റുകളും ചേർന്നിട്ടുള്ളതാണ് ഒരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ. നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ്. മൈക്രോ പ്രോസസ്സറിന് എവിടെ തൊട്ടാണ് ഉണ്ടായിട്ടുള്ളത്, സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഏത് മൈക്രോ പ്രോസസ്സറാണ് ഉണ്ടായിട്ടുള്ളത്, ഏത് ഇയറിലാണ് വന്നത്, അങ്ങനെയുള്ള ഒരു ചെറിയ ബേസിക് ആയിട്ടുള്ള സ്റ്റഡി. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് 4004 ആണ്. അത് 1971 ഡെവലപ്പ് ചെയ്തത്. 4 ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. 4 ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, നമ്മളിപ്പോൾ 1ഉം 0കളും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 111, മാക്സിമം 4 1കൾ അല്ലെങ്കിൽ മിനിമം 4 0, അത്തരത്തിലുള്ള ഡാറ്റകളെ കൈകാര്യം ചെയ്യാനും, അതേപോലെ തന്നെ 8 ബിറ്റാണ് ഇൻഫർമേഷൻ. അങ്ങനത്തെ ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡാറ്റ കൈകാര്യം ചെയ്യാവുന്ന 8 അഡ്രസ് ബസ് ഉണ്ടെങ്കിൽ 4x8 32 സ്റ്റോറേജ്, 4 ബിറ്റുകൾ സ്റ്റോർ ചെയ്യാവുന്ന 2^8 ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അഡ്രസ്സ് എത്ര ലൊക്കേഷൻസ്, എത്ര സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനുള്ള കാര്യങ്ങളാണ് അഡ്രസ് ബസ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അഡ്രസ് ബസ്സുകൾ കുറവായിരുന്നു, 8 ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് 4 ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതിൻ്റെ അടുത്ത വർഷം അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം വന്നു. 1972 8 ഡാറ്റ ബസ്സും 8 അഡ്രസ് ബസ്സും ആയിട്ടുള്ള വേറൊരു ഡിവൈസ് വന്നു. അതും അത്ര വലിയ പെർഫോമൻസിൽ മികച്ചതല്ലായിരുന്നു. അതിനുശേഷം 8080 എന്ന് പറയുന്ന ഡിവൈസ് വന്നു. അവിടെ ഡാറ്റ ബസ് 8 തന്നെ, അഡ്രസ് ബസ് കൂടി. പിന്നീടാണ് 8085 വന്നിട്ടുള്ളത്. 8085 വന്നത് 1977 അവിടെ 8 ഡാറ്റ ബസ് ഉണ്ടായിരുന്നു, അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ആണ്. അതിനുശേഷം 1978 8086 എന്ന് പറഞ്ഞ അഡീഷണലി വന്നിട്ടുള്ള വേറെ പ്രോസസ്സർ വന്നു. 1978 അവിടെ 16 ഡാറ്റ ബസ്സും 20 അഡ്രസ് ലൈനായി. പിന്നീട് അങ്ങോട്ട് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് 186, 286, 386, 486, പെൻഡിയം, കോർസോളോ, ഡ്യുവൽ കോർ, കോർട്ടിഡിയോ, i3, i7 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഡാറ്റ ബസ്സും അഡ്രസ് ബസ്സും കൂടിക്കൊണ്ടിരിക്കും. ഇനി അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാവുന്ന ഒരു മൈക്രോപ്രോസറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാവുന്ന ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം ഉണ്ട്. ആ എണ്ണം ഇപ്പോൾ ആദ്യത്തെ IC-കളിലൊക്കെ 4004 എന്ന് പറയുന്ന IC-യിലൊക്കെ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ എണ്ണം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചുണ്ടായിരുന്നു. 10,000 ട്രാൻസിസ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വരുന്ന IC-കളിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു IC ഡെവലപ്പ് ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ അതും ഒരു എവല്യൂഷൻ സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് വേണമെങ്കിൽ നമുക്ക് അതും റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ 1970 സ്റ്റാർട്ട് ചെയ്തു, 71 സ്റ്റാർട്ട് ചെയ്തു 4001. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന IC-കളുടെ എണ്ണം എന്ന് പറയുന്നത് 1000 തൊട്ട് 10,000 വരെ അളവിലാണ്. പിന്നീട് അങ്ങോട്ട് കൂടി വന്ന് 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടി, 1000 കോടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം പറയുന്ന ഒരു ചിപ്പിൽ തന്നെ ആദ്യത്തിൽ കണ്ടിരുന്ന ചിപ്പിൻ്റെ ഉള്ളിലൊക്കെയാണ് 10,000 കണക്കിന് ഉണ്ടായിരുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിലൊക്കെ കോടിക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സാണ് അതിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ VLSI ഡിസൈൻ ടെക്നോളജികളിലൊക്കെ മാറ്റം വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രീതിയിൽ ട്രാൻസിസ്റ്റേഴ്സ് എവല്യൂഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു എവല്യൂഷൻ്റെ പാർട്ടായിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 2 സെക്ഷൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യത്തെ സെക്ഷനിൽ മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഒരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മൈക്രോ പ്രോസസ്സറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെയൊക്കെ കണക്ട് ചെയ്യും. സിസ്റ്റം ബസ് എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത് കണക്റ്റിംഗ് കേബിൾസിനെ വിളിക്കുന്നതാണ്. ആ കേബിളുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ബസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സറിനെയും ഇൻപുട്ട് ഡിവൈസിനെയും ഔട്ട്പുട്ട് ഡിവൈസിനെയും മെമ്മറിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന കേബിൾസിനെയാണ് ബസ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ
അടുത്തത് ഇവല്യൂഷൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരു സിലബസിൻ്റെ ഒരു 3 സെക്ഷനാണ് നമ്മളിവിടെ കവർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ അന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. എവല്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈക്രോപ്രൊസസർ ആൻഡ് മൈക്രോ കൺട്രോളർ തമ്മിലുള്ള ഡിഫറൻസ് ഒരുവിധം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വെക്കുക. ഒരു ഫിഗറും അതിൻ്റെ കൂടെ ഈ ഇത്തരത്തിലുള്ള 4-5 എക്സാമ്പിൾസും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.